രാവിലെ കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഞങ്ങൾ എടുത്തു വെക്കും. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന്. ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി ഇവിടെ ഇരിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി മാറുമെന്ന് അവർ ബോധ്യപ്പെടണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം ഞാൻ പറയാം. പോലീസിന് നിയമം നടപ്പിലാക്കലാണ് ജോലി. നിയമം നടപ്പിലാക്കുമ്പോൾ ഏകപക്ഷീയമായിട്ട് ജോലി ചെയ്യാൻ നിലക്കെട്ടാൽ, അതും ഉത്തരവാദപ്പെട്ട UDF നേതാക്കന്മാരെ, പാർലമെൻറ്റ് മെമ്പർമാരെയൊക്കെ തന്നെ അടിക്കാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ, ഞാൻ രാവിലെ കണ്ണൂർ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൃത്യമായ കണക്ക് ഞങ്ങൾ എടുത്തു വെക്കും. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടങ്ങ് പോകാമെന്ന്. ആജീവനാന്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി ഇവിടെ ഇരിക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ അവരുടെയൊക്കെ സ്ഥിതി മാറുമെന്ന് അവർ ബോധ്യപ്പെടണം. അവർക്ക് വ്യക്തമാകും അത്. അത്തരം നിന്ദ്യമായിട്ടുള്ള അക്രമങ്ങൾ ഏത് കാരണവശാലും വെച്ചു പുറപ്പിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളിത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇതിനെതിരായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ സ്പീക്കർക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൻ്റേതായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകും. പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് പറഞ്ഞത്. കോൺസ്പിറസിയുടെ ഭാഗമാണെന്ന് ഞാൻ പറയാൻ കാരണം അത് തന്നെയാണ്. റൂറൽ SP പറയുന്നത് ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണ്. 2 ഫ്രാക്ചർ, നോസിൻ്റെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് ഭാഗത്തും ഫ്രാക്ചർ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇത് ഈ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നതാണ്. ആ SP എന്തിനു വേണ്ടിയിട്ടാണ് തെറ്റിദ്ധരിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് SP ആ വാചകം പറഞ്ഞത്? ഒരു പാർലമെൻറ്റ് മെമ്പറെ പോലീസുകാരനെ ആക്രമിച്ചാൽ ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കേണ്ട SP അങ്ങനെ ഒരു അക്രമം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അക്രമകാരികളെ വെള്ളപൂശാൻ മുന്നോട്ട് വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് ക്ലിയറാണ്. ഇത് ഗൂഢാലോചനയാണ്. പോലീസും CPM ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഷാഫി പറമ്പലെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അതുപോലെ ജനാധിപത്യ പ്രതിഷേധങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. ആ ഗൗരവത്തിൽ ഞങ്ങളിതിനെ കാണും. അല്ല, അത് മനസ്സിലായില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് CPMൻ്റെ വീടുകളിൽ പോലും വലിയ ചർച്ചകളാണ്. ഈ പാർട്ടിയും കൊണ്ട് തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരമ്പലത്തിലും പോലും പോകാൻ പറ്റുന്നില്ലല്ലോ. പൊതുനിരത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇത് CPMൻ്റെ സാധാരണ പ്രവർത്തകൻ്റെ ചിന്തയാണെന്നേ. ശബരിമലയിലെ മോഷണമെന്ന് പറയുന്നത് നമ്മുടെ നാട് അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വണ്ണമുള്ള വികാര വായ്പ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അപ്പം അതും മാറ്റിമറിക്കാൻ ശബരിമല ഇഷ്യൂ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അതെങ്ങനെ പറ്റും? ഷാഫിയെപ്പോലെ ഒരു ഉന്നതനായ നേതാവിനെ ആക്രമിക്കുമ്പോഴേ അത് ക്ലിയറായി ഡൈവേർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ പോലീസും CPMുമായി ഒത്തുകൂടി ഉണ്ടാക്കിയ കോൺസ്പിറസി തന്നെയാണ് ശബരിമല വിഷയം. അതുപോലുള്ള വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ശബരിമലയിലെ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത്. എന്ത് വിചാരിച്ചാലും ആ വിഷയം ഡൈവേർട്ട് ചെയ്യില്ല. അത് അയ്യപ്പൻ്റെ വിഷയമാണ്. അങ്ങനെ അങ്ങ് ഡൈവേർട്ട് ചെയ്താൽ പോകുന്ന വിഷയമല്ല. അത് മനസ്സമാധാനം കൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ധരിക്കേണ്ട. ഇക്കാര്യത്തിൽ ഈ വിഷയം കത്തി നിൽക്കുക തന്നെ ചെയ്യും.